കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും വലുപ്പമുള്ള ആൻറ്റിലോപ്പായ നീൽഗായെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മറ്റൊരു ആൻറ്റിലോപ്പായ ബ്ലാക്ക് ബക്ക് അല്ലെങ്കിൽ കൃഷ്ണമൃഗത്തെക്കുറിച്ചാണ്. ഹലോ എവരിവൺ, എൻ്റെ പേര് ഡേവിഡ് രാജു. ഞാൻ നാച്ചുറലിസ്റ്റ് ആണ്. ബ്ലാക്ക് ബക്ക് അല്ലെങ്കിൽ കൃഷ്ണമൃഗം ഏഷ്യയിലെ ഏറ്റവും വേഗതയേറിയതും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആൻറ്റിലോപ്പാണ്. ആൻറ്റിലോപ്പ് എന്താണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബ്ലാക്ക് ബക്കിൻ്റെ ആണിൻ്റെ ശരീരത്തിൽ മുകൾ ഭാഗം മൊത്തം കറുത്ത നിറത്തിലാണ്. ആ കറുത്ത നിറം കാലിലോട്ടും വ്യാപിച്ച് കിടക്കുന്നുണ്ട് താഴോട്ട്. അതിൻ്റെ അടിവശം മുഴുവൻ വെളുത്ത നിറത്തിലാണ്. അതുപോലെ തന്നെ കണ്ണിന് ചുറ്റും നല്ല വെളുത്ത വളയമുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ആണിനെ തിരിച്ചറിയാൻ പറ്റും. അതുപോലെ ബ്ലാക്ക് ബക്കിനൊക്കെ നല്ല നീളമുള്ള കൊമ്പുകളുണ്ട്, നല്ല സ്പൈറലായിട്ടുള്ള കൊമ്പുകളാണ്. സ്പൈറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വൈൻ്റെ കോർക്കൊക്കെ നമ്മൾ ഊരാൻ വേണ്ടിയിട്ട് ഒരു കോർ സ്ക്രൂ ഉപയോഗിക്കാറില്ലേ, അത് ഒരു 2 അടി നീളത്തിലിരുന്ന എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും. ഇങ്ങനെ വളഞ്ഞിട്ടുള്ള കോർ സ്ക്രൂ പോലുള്ള ഹോൺസ് ആണ് ഈ ബ്ലാക്ക് ബക്കിനുള്ളത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ബക്കിനെ നമ്മൾ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല വി ആകൃതിയിൽ ഇങ്ങനെയുള്ള ഹോണുകളാണ് ഉള്ളത്. എന്നാൽ പെൺ ബ്ലാക്ക് ബക്കിൻ്റെ നിറം ഇതല്ല. അവർക്ക് ബ്രൗൺ കളറാണ് മേൽഭാഗത്തുള്ളത്, താഴോട്ട് വെള്ള നിറവും കണ്ണിന് ചുറ്റും വെളുത്ത നിറവുണ്ട്. അവർക്ക് സാധാരണയായിട്ട് കൊമ്പുകളൊന്നുമില്ല. പക്ഷേ അപൂർവമായിട്ട് ബ്ലാക്ക് ബക്കിൻ്റെ ഫിമെയിൽസിനൊക്കെ കൊമ്പുകൾ ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യയിലുള്ള മറ്റ് ആൻറ്റിലോപ്സിനൊക്കെ അപേക്ഷിച്ചിട്ട് ഈ ബ്ലാക്ക് ബക്കിനാണ് ഏറ്റവും നീളമുള്ള കൊമ്പുകളുള്ളത്. നമുക്കറിയാലോ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചപ്പോഴത്തേക്കിന് നീൽഗായ്ക്ക് വളരെ വലുപ്പമുള്ളതാണ് നീൽഗായ്. എന്നിരുന്നാൽ അതിൻ്റെ കൊമ്പുകൾ വളരെ ചെറുതാണ്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിന് ഈ ബ്ലാക്ക് ബക്കിന് വളരെ നീളമുള്ള കൊമ്പുകളാണുള്ളത്. ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് ബക്കിനെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. ഇനി ഇതിന്റെ ഭാരം എന്ന് പറയുന്നത് ഏകദേശം 30 മുതൽ 45 കിലോ വരെ ഭാരം വെക്കും. ഒരു 70 മുതൽ 85 സെന്റിമീറ്റർ വരെ ഉയരവും വെക്കും ഈ ബ്ലാക്ക് ബക്ക്. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള പുള്ളിമാനില്ലേ, സ്പോട്ടഡ് ഡിയർ, അതിലും ഇച്ചിരി വലിപ്പക്കുറവാണ്, ഭാരം കുറവാണ് ഈ ബ്ലാക്ക് ബക്സിനൊക്കെ. ഈ കൃഷ്ണമൃഗങ്ങളെ സാധാരണയായിട്ട് കാണപ്പെടുന്നത് സെൻട്രൽ ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും ഉള്ള കാടുകളും വരണ്ട പ്രദേശങ്ങളാണ് ഇവരെ കാണപ്പെടുന്നത്. ഗുജറാത്ത്, രാജസ്ഥാൻ, UP, ബീഹാർ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ വളരെ സാധാരണമാണ് ഈ ബ്ലാക്ക് ബക്സ് ഒക്കെ. അതുകൂടാതെ നമ്മുടെ സൗത്ത് ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞാൽ ആന്ധ്ര കാണുന്നുണ്ട്, തെലങ്കാനയിൽ, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിലൊക്കെയും ഇതിനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒറീസയിൽ ഇതിനെ കാണപ്പെടുന്നുണ്ട്. അതേസമയം ഇത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലും കേരളത്തിൽ കാണുന്നില്ല, ഗോവയെ കണ്ടെത്തിയിട്ടില്ല. പിന്നെ ഹിമാലയത്തിൻ്റെ ഫുട്ഹിൽസിലുള്ള ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും കാശ്മീരിലും ഒന്നും ഇതിനെ റെക്കോർഡ് ചെയ്തിട്ടില്ല. ഇത് കൂടാതെ ഇന്ത്യക്ക് വെളിയിലായിട്ട് ഇതിനെ നേപ്പാളിലും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലും നേപ്പാളിലും മാത്രമാണ് കാണപ്പെടുന്നത്. നേപ്പാളിൽ ഇത് ഒരു 400 മുതൽ 600 എണ്ണം വരെ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൂടാതെ ഇത് നേരത്തെ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഇതിനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ പോപ്പുലേഷൻ ഇപ്പം എക്സ്റ്റെൻഡ് ആയിപ്പോയി. ഇപ്പോൾ അവിടെ ഈ ബ്ലാക്ക് ബക്കിനെ കാണുന്നില്ല. ഇവയെ സാധാരണയായിട്ട് കാണപ്പെടുന്നത് വരണ്ട നിലങ്ങളിലാണ്. ഓപ്പൺ ആയിട്ടുള്ള നല്ല ചെറിയ പുൽമേടുകളിലും ഓപ്പൺ ആയിട്ടുള്ള കാടുകളിലും ഒക്കെയാണ് ഇവയെ സാധാരണയായിട്ട് കാണപ്പെടുന്നത്. വളരെ തിക്കായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഇടതൂർന്ന കാടുകളിൽ ഇവയെ കാണാറില്ല. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ കേരളത്തിലും ഗോവയിലും നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലുള്ള കാടുകളിലൊന്നും ഇവയെ കാണാത്തത്. സാധാരണ ഇവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് പുല്ലും പലതരത്തിലുള്ള ഇലകളൊക്കെയാണ് ഇവർ കഴിക്കുന്നത്. പുല്ലാണ് കൂടുതലായിട്ട് ഇവർ കഴിക്കുന്നത്. അതുകൂടാതെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചതുപോലെ നീൽഗായിയൊക്കെ ഗ്രാമപ്രദേശത്ത് നിന്നിട്ട് അവിടുത്തെ കർഷകരുടെ വിളകൾ നശിപ്പിക്കുന്നെന്ന് പറഞ്ഞ പോലെ ഇവരും കൂടുതലായിട്ട് പലതരത്തിലുള്ള ധാന്യങ്ങൾ കഴിക്കാറുണ്ട്, പയറുവർഗ്ഗങ്ങൾ. അതുപോലെ തന്നെ ഈ ഗോതമ്പൊക്കെ പോയിട്ട് കൂടുതലായിട്ട് ഇവർ കഴിക്കാറുണ്ട്. രാവിലെയും വൈകുന്നേരങ്ങളിലാണ് ഇവർ കൂടുതലായിട്ട് തീറ്റ തേടാനായിട്ട് ഇറങ്ങുന്നത്. നല്ല വെയിലുള്ള സമയത്ത് എവിടെയെങ്കിലും ഇരുന്ന് റെസ്റ്റ് ചെയ്യാണ് സാധാരണ ഇവർ ചെയ്യാറുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏഷ്യയിലെ ഏറ്റവും വേഗതയുള്ള ഒരു ആൻറ്റിലോപ്പാണ് ഈ ബ്ലാക്ക് ബക്ക്. ഏകദേശം 80 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാനായിട്ട് ഇവർക്ക് കഴിയും. അതുപോലെ തന്നെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് നല്ല ഉയരത്തിൽ ചാടാൻ പറ്റും. നിൽക്കുന്ന നിപ്പിൽ തന്നെ പെട്ടെന്ന് മേളിലോട്ട് ഉയർന്ന് ചാടാനായിട്ടുള്ള കഴിവ് ഈ ബ്ലാക്ക് ബക്സിനൊക്കെ ഉണ്ട്. അപ്പം കർഷകരൊക്കെ ചെറിയ വേലിയൊക്കെ കെട്ടി തിരിച്ചിട്ട് ഏതെങ്കിലും പയറുവർഗ്ഗങ്ങളൊക്കെ വളർത്തുവാണെങ്കിൽ അതിൻ്റെ മേളിൽ കൂടെ ഒക്കെ ഈസി ആയിട്ട് മേളിൽ കൂടെ ചാടി വന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഈ പയറൊക്കെ കഴിച്ചിട്ട് പോകാനായിട്ട് ഇവർക്ക് പറ്റും. ഇവരെ കാണുന്നത് സാധാരണ കൂട്ടമായിട്ടാണ്. 5 മുതൽ ചിലപ്പോൾ 50 വരെയുള്ള ചെറിയ കൂട്ടങ്ങളായിട്ടാണ് സാധാരണ കാണുന്നത്. എന്നാൽ ഭക്ഷണത്തിൻ്റെ ലഭ്യത അനുസരിച്ചും വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി ഒക്കെ അനുസരിച്ച് ചില സമയങ്ങളിലും 100, 200 ഒക്കെ ഉള്ള വലിയ കൂട്ടങ്ങളെയൊക്കെ പലപ്പോഴും കാണാറുണ്ട്. ഇത് കൂടാതെ ചിലപ്പോഴൊക്കെ പ്രായപൂർത്തിയാകാത്ത ബ്ലാക്ക് ബക്കുകളുടെ എന്ന് പറഞ്ഞാൽ അഡൽട്ട് അല്ലാത്ത ബ്ലാക്ക് ബക്കുകളുടെ ചെറിയ കൂട്ടങ്ങളൊക്കെ കാണാറുണ്ട്. അങ്ങനെയുള്ള കൂട്ടങ്ങളെയൊക്കെ ബാച്ചിലർ പാർട്ടി അല്ലെങ്കിൽ ബാച്ചിലർ ഹേഡ് എന്ന് വിളിക്കാറുണ്ട്. ഇനി ഇവരുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഇവർ ഇണയെ തിരഞ്ഞെടുക്കുന്ന രീതിയാണ്. നമുക്കറിയാമല്ലോ, പല മൃഗങ്ങളും ഫിമെയിലിനെ തപ്പി പുറകെ പോയിട്ട് ഫിമെയിലിനെ അട്രാക്ട് ചെയ്തിട്ടാണ് അവർ ഇണയെ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ബ്ലാക്ക് ബക്കുകളുടെ കാര്യത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ബ്ലാക്ക് ബക്കുകൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ ഇണചേരാനുള്ള സമയമാവുന്ന സമയത്ത് ബ്ലാക്ക് ബക്കുകളൊക്കെ അവരൊരു ടെറിട്ടറി ഉണ്ടാക്കും. സാധാരണ 1 ഏക്കറോ അല്ല 2 ഏക്കറോ ഉള്ള ചെറിയ സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ഇവരൊരു ബ്ലാക്ക് ബക്ക് ഒരു ടെറിട്ടറി ഉണ്ടാക്കുന്നത്. അവിടെ ആ ബ്ലാക്ക് ബക്ക് സ്ഥിരമായിട്ട് അവിടെ കാണും. അപ്പോൾ അങ്ങനെയുള്ള കുറേയേറെ ബ്ലാക്ക് ബക്കുകൾ ഒരേ സ്ഥലത്ത് ഇങ്ങനെ തമ്പടിച്ച് നിൽക്കും. അപ്പം ആ സമയത്താണ് ഫിമെയിൽ
പെൺ ബ്ലാക്ക് ബക്കുകൾ ഇവിടെ തപ്പിയിട്ട് വന്നിട്ട് ഏറ്റവും സ്ട്രോങ്ങസ്റ്റും ഏറ്റവും നന്നായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന ബ്ലാക്ക് ബക്കുകളെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അവർ ഫിമെയിലൊക്കെ വരുന്ന സമയത്ത് ഈ ആൺ ബ്ലാക്ക് ബക്കുകളൊക്കെ ഇങ്ങനെ തലയൊക്കെ പുറകോട്ടാക്കിയിട്ട് ഈ കൊമ്പൊക്കെ വളച്ചിട്ടും കൊമ്പിൻ്റെ ഡിസ്പ്ലേ കാണിച്ചിട്ടും അവരുടെ ശരീരം കാണിച്ചിട്ടും അതുപോലെ തന്നെ ഇവർ സ്ഥിരമായിട്ട് ഒരേ സ്ഥലത്ത് തന്നെ ഇവർ കാഷ്ടിച്ച് വെക്കാറുണ്ട്. ഇങ്ങനെ ഒരു കൂനയായിട്ട് ഇവർ കാഷ്ടിച്ച് വെക്കാറുണ്ട്. അതുമൊക്കെ ഈ ടെറിട്ടോറിയൽ മാർക്കിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെ ടെറിട്ടറി മാർക്ക് ചെയ്തിട്ട് അവരൊരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ നിൽക്കും. ഇവർ ഫിമെയിലിൻ്റെ പുറകെ പോലല്ല, ഫിമെയിൽ ഇവരുടെ സ്ഥലത്തോട്ട് വന്നിട്ട് മെയിലിനെ ചൂസ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെ മെയിലുകളൊക്കെ ഒരേ സ്ഥലത്ത്, കുറേയേറെ മെയിലുകൾ ഒരേ സ്ഥലത്ത് കൂട്ടമായിട്ട് നിന്നിട്ട് ഫിമെയിലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിന് ഒരു ബിഹേവിയറിന് ഒരു പേര് പറയുന്നുണ്ട്. അതിനാണ് ലെക്കിംഗ് എന്ന് പറയുന്നത്. ഈ ലെക്കിംഗ് ബിഹേവിയർ മറ്റു പല ജീവികളും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ബ്ലാക്ക് ഗ്രൗസ് എന്ന് പറഞ്ഞൊരു പക്ഷികൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കറിയാമല്ലോ, നമ്മൾ കണ്ടിട്ടുള്ള ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പക്ഷികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പാപ്പുവ ന്യൂഗിനിലൊക്കെ കാണുന്ന ബേർഡ്സ് ഓഫ് പാരഡൈസ് എന്ന് പറഞ്ഞ പക്ഷികളാണ്. ഭയങ്കര രസമാണ് അതിനെ കാണാൻ. അപ്പോൾ അവിടുത്തെ കാടുകളിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല തിങ്ങി നിറഞ്ഞ കാടുകളാണ്. ആ കാടിൻ്റെ ഇടയ്ക്കൊക്കെ ചില സ്ഥലങ്ങളിൽ മാത്രമേ വെളിച്ചം വീഴുന്ന അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങൾ കാണുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ബേർഡ്സ് ഓഫ് പാരഡൈസ് പക്ഷികൾ കൂട്ടമായിട്ട്, ആൺപക്ഷികൾ കൂട്ടമായിട്ട് രാവിലെ വന്നിട്ട് അവിടെ നിന്നിട്ട് സ്ഥലമൊക്കെ വൃത്തിയാക്കിയിട്ട് അവരിങ്ങനെ ഫിമെയിൽസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ അങ്ങനെ കൂട്ടമായിട്ടിരിക്കുന്നതിനെയൊക്കെ ലെക്കിംഗ് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ചില മീനുകൾ, സിക്കലിഡ്സ് എന്ന് പറഞ്ഞ ചില മീനുകളിൽ ഈ ബിഹേവിയർ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട് ഫ്ലൈസ്, നമ്മുടെ പഴുത്തയിലൊക്കെ വന്നിരിക്കുന്ന ചെറിയ ഫ്ലൈസ് ഇല്ലേ, അവരും ഇതുപോലെ ഇങ്ങനെ മെയിലുകൾ ഒരുമിച്ച് കൂട്ടിരുന്നിട്ട് ഫിമെയിലിന് വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു ബിഹേവിയർ പല ജീവികളിലും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഫിമെയിൽ ചൂസ് ചെയ്ത മെയിലുമായിട്ടാണ് ഈ മേറ്റിംഗ് നടക്കാറുള്ളത്. അപ്പം ഫിമെയിൽ മേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പ്രസവിക്കുന്ന സാധാരണ ഒരു കുഞ്ഞിനായിരിക്കും, അപൂർവമായിട്ട് 2 കുഞ്ഞുങ്ങളെ പ്രസവിക്കാറുണ്ട്. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് കഴിഞ്ഞാൽ ഇവർ സാധാരണ ഈ പുല്ലിനിടയ്ക്കാണ് കുഞ്ഞുങ്ങളെ ഒളിപ്പിച്ച് വെക്കാറുള്ളത്. ഇവരുടെ പ്രിഡേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ വുൾഫുകൾ, ചെന്നായ്ക്കൾ ഇവരെ ഓടിച്ചിട്ട് പിടിച്ച് തിന്നാറുണ്ട്. ഹൈനകൾ ഇവരെ പിടിക്കാറുണ്ട്. കാട്ടുപട്ടികൾ, വൈൽഡ് ഡോഗ്സ് ഇവരെ പിടിച്ച് തിന്നാറുണ്ട്. പുലികൾ അപൂർവമായിട്ട് ഇവരെ പിടിക്കാറുണ്ട്. കടുവയ്ക്കും സിംഹത്തിനും ഒന്നും പെട്ടെന്ന് ഓടിച്ചെന്ന് ബ്ലാക്ക് ബക്കിനെ പിടിക്കാനായിട്ട് പ്രയാസമായിരിക്കും. കാരണം ഈ ബ്ലാക്ക് ബക്കിന് വളരെ വേഗത്തിൽ ഓടി രക്ഷപ്പെടാനായിട്ട് സാധിക്കും. എന്നാൽ ചീറ്റപ്പുലികൾക്ക് ഇവയെ എളുപ്പത്തിൽ പിടിക്കാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ മധ്യപ്രദേശിൽ ഇപ്പം കുണു നാഷണൽ പാർക്കിൽ ചീറ്റപ്പുലികളെ കൊണ്ടുവന്നിട്ടുണ്ട് ആഫ്രിക്കയിൽ നിന്നൊക്കെ. അപ്പോൾ അവിടെ കുറേയേറെ ബ്ലാക്ക് ബക്കിനെ അവർ റീലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ ബ്ലാക്ക് ബക്കിനെ വേറെ സ്ഥലത്തു നിന്നൊക്കെ പിടിച്ച് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ബ്ലാക്ക് ബക്കിനെയൊക്കെ ചീറ്റപ്പുലികൾ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചീറ്റപ്പുലിക്ക് എളുപ്പത്തിൽ ഒരു പക്ഷേ ബ്ലാക്ക് ബക്കിനെ പിടിക്കാൻ സാധിക്കും. ഇതൊക്കെയാണെങ്കിൽ ഇവരെ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള പട്ടികളൊക്കെ ചെന്ന് ഇവരെ പിടിക്കാറുണ്ട്. ഫെറൽ ഡോഗ്സ് പോയിട്ട് കൂട്ടമായിട്ട് കൂടിയിട്ട് ഈ ബ്ലാക്ക് ബക്കുകളെ കുറേയേറെ പിടിച്ച് തിന്നാറുണ്ട്. അതുപോലെ തന്നെ കർഷകരും ഇവരെ കൊണ്ട് കുറേയേറെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവർ കൃഷിയിടങ്ങളുമായിട്ട് കൂടുതൽ അഡാപ്റ്റ് ചെയ്തിട്ടുള്ള മൃഗങ്ങളാണ്. അതുകൊണ്ട് കൂട്ടമായിട്ടൊക്കെ വന്നിട്ട് ഇവർ കൃഷിയിടത്തിലോട്ട് ഇറങ്ങിയിട്ട് ഗോതമ്പും ധാന്യമണികളും പലതരത്തിലുള്ള പയറുവർഗ്ഗങ്ങളും ഒക്കെ കഴിച്ചിട്ട്, അപ്പോൾ കർഷകരുമായിട്ട് സ്ഥിരമായിട്ട് ഇവർ പ്രശ്നത്തിൽ ഏർപ്പെടാറുണ്ട്. ഞാൻ സത്പുര ജോലി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവരെ കാണാനായിട്ട് പോകാറുണ്ട്. അപ്പോൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ഗോതമ്പ് പാടത്തോട്ടാണ് പോകുന്നത്. അവിടെ ഗോതമ്പ് വിളയിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ പോകുന്ന സമയത്ത് അവിടെ നമുക്ക് കാണാൻ പറ്റും 100 കണക്കിന് ഈ ബ്ലാക്ക് ബക്കുകളൊക്കെ ഇതിനിടയ്ക്ക് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് റോഡിൻ്റെ സൈഡിൽ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കുകയും ബൈനോക്കുലർ വഴിയൊക്കെ നോക്കുന്ന സമയത്ത് അവിടുത്തെ കർഷകരൊക്കെ വന്നിട്ട് പറയും, മക്കളെ എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, കാണാൻ വന്ന ഫോട്ടോ എടുക്കാൻ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ പിടിച്ചുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞുകൊണ്ട് അവർ സ്ഥിരമായിട്ട് നമ്മളോട് പറയാറുണ്ട്. അപ്പോൾ പറയുന്ന സമയത്ത് നമുക്ക് സങ്കടം തോന്നും. കാരണം അവരുടെ കൃഷിയൊക്കെ മൊത്തം ചവിട്ടി നശിപ്പിച്ചും അല്ലെ തിന്നൊക്കെ നശിപ്പിച്ചാണ് ഈ ബ്ലാക്ക് ബക്കുകൾ അവിടെ കഴിയുന്നത്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇത് പരാമർശിച്ചിരുന്നു. മധ്യപ്രദേശിലെ ഷാജാപൂർ എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിക്റ്റിൽ ഏകദേശം 10,000-ലധികം ബ്ലാക്ക് ബക്കുകൾ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. അവിടുന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൂട്ടമായിട്ട് ഈ ബ്ലാക്ക് ബക്കുകളെ പിടിച്ചിട്ട് വേറെ സ്ഥലത്തോട്ട് റീലൊക്കേറ്റ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ആഫ്രിക്കയിൽ നിന്നൊക്കെ എക്സ്പേർട്സുകളൊക്കെ വന്നിട്ട് അവർ ഹെൽപ്പ് ചെയ്തിട്ട് ഈ ഹെലികോപ്റ്ററൊക്കെ പറത്തിയിട്ടാണ് ഈ 100 കണക്കിന് ബ്ലാക്ക് ബക്കുകൾ ഒരുമിച്ച് പിടിച്ചിട്ട് ഈ കുണു നാഷണൽ പാർക്കിലോട്ടൊക്കെ കൊണ്ട് ഇതിനെ റീലൊക്കേറ്റ് ചെയ്യാറുള്ളത്. കുറച്ച് മാസം മുമ്പ് ഏകദേശം 840-ലധികം ബ്ലാക്ക് ബക്കുകൾ അവർ ഒരുമിച്ച് പിടിച്ചിട്ട് കുണു നാഷണൽ പാർക്കിലോട്ട് അവർ റീലൊക്കേറ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന കാർത്തികേയ സിംഗ് എന്ന് പറഞ്ഞാൽ, അദ്ദേഹമാണ് ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ചു തന്നു. അത് ഞാനിവിടെ കാണിക്കാം നിങ്ങൾക്ക്. ഇനി ഇവയെ കാണാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സെൻട്രൽ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ ഇവയെ കാണാറുണ്ട്. എന്നിരുന്നാലും ഗുജറാത്തിലെ വെലവദർ ബ്ലാക്ക് ബക്ക് നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏറ്റവും നന്നായിട്ട് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ കർണാടകയിലുള്ള റെനബന്നൂർ ബ്ലാക്ക് ബക്ക് സാങ്ച്വറിയിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ തമിഴ്നാട്ടിലെ പോയിൻറ്റ് കലമർ സാങ്ച്വറിയിൽ നല്ല പോപ്പുലേഷൻ ഉണ്ട് ബ്ലാക്ക് ബക്കിന്. അതുകൂടാതെ നോർത്ത് ഇന്ത്യയിലെ പല ഭാഗത്തും ഈ ബ്ലാക്ക് ബക്കുകൾ സുലഭമായിട്ട് കാണാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ബ്ലാക്ക് ബക്ക് നേറ്റീവായിട്ട് ഇന്ത്യയിലും നേപ്പാളിലുമാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. അതുകൂടാതെ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഉണ്ടായിരുന്ന പോപ്പുലേഷൻ ഓൾറെഡി എക്സ്റ്റെൻഡ് ആയിപ്പോയി. അതുകൂടാതെ ഇന്ത്യയിൽ നിന്നും പല രാജ്യങ്ങളിലോട്ട് ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അമേരിക്കയിലും അർജന്റീനയിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഇതിൻ്റെ പോപ്പുലേഷൻ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അർജന്റീനയിൽ ഒരു 10,000-ലധികം ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. നമുക്കെല്ലാം അറിയാൻ സാധ്യതയുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കും. അത് സൽമാൻ ഖാൻ്റെ കാര്യമാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് രാജസ്ഥാനിലെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ബിഷ്ണോയ്സ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റിയാണ്. അവർ പ്രകൃതിയോടും മൃഗങ്ങളോടും ഒക്കെ ഏറ്റവും അടുത്തിടപഴകി ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ ബിഷ്ണോയ്സ്. ഇവർ ഒരു മൃഗത്തെ ഉപദ്രവിക്കാറില്ല.
ഇവരുടെ മൃഗസ്നേഹം കാരണം ചിലപ്പോഴൊക്കെ അമ്മ നഷ്ടപ്പെട്ട ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ ഈ കൃഷ്ണമൃഗത്തിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് ഇവർ വളർത്താറുണ്ട്. അപ്പോൾ സ്ത്രീകളൊക്കെ ഇതിനെ മുലയൂട്ടി വരെ ഇത് വളർത്തുന്നതായിട്ട് പല ഫോട്ടോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് ജോധ്പൂരൊക്കെ. അവിടെയാണ് 1998 സൽമാൻ ഖാനും ടീമൂടെ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയത്. ഇവർ ഈ ഷൂട്ടിങ്ങിനിടയ്ക്ക് ഒരു ദിവസം രാത്രിയിൽ നായാട്ടിനിറങ്ങി. അപ്പോൾ നായാട്ടിനിറങ്ങിയ സമയത്ത് രാത്രിയിൽ ഇവർ 2 ബ്ലാക്ക് ബക്ക് 2 കൃഷ്ണമൃഗങ്ങളെ വെടിവെച്ച് കൊന്നെന്ന് പറഞ്ഞിട്ട് ഒരു കേസുണ്ടായി. ഇത് ഈ ബിഷ്ണോയ് കമ്മ്യൂണിറ്റിയും ഇന്ത്യയിലുള്ള പല പ്രകൃതി സ്നേഹികളും ഒക്കെ വളരെ പ്രശ്നമുണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ഈ കമ്മ്യൂണിറ്റി മൊത്തം ഈ വിഷയം ഏറ്റെടുത്തിട്ട് ആ വിഷയം ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയായിരുന്നു കൃഷ്ണമൃഗത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കൃഷ്ണമൃഗത്തെ എവിടെ വെച്ചിട്ടുണ്ടെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. ഉടൻ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. കീപ് വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.